എല്ലാവർക്കും സ്വീറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വെജിറ്റേറിയൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോയ ചങ്ക്സും പൊട്ടാറ്റോ കറിയാണ്. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം, അങ്ങനെ എല്ലാ ഡിഷിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. ഇപ്പോൾ നമുക്ക് നൊയമ്പായതുകൊണ്ട് ഈ ടൈമിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഈ ഒരു സോയ ചങ്ക്സ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഇട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നോർമൽ വാട്ടറിൽ ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് ഈ സോയ ചങ്ക്സിന് ഒരു സ്മെല്ല് കാണും. അപ്പോൾ ആ ഒരു സ്മെല്ല് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഉരുളൻകിഴങ്ങാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുഴുവൻ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും, പിന്നെ നമുക്ക് 2-ാം പാലും 3-ാം പാലും ഓരോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടിച്ചിട്ട് നമ്മൾ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 സവാള നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്ന വരയ്ക്ക് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന വരയ്ക്ക് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരയ്ക്ക് നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ 2-ാം പാലും 3-ാം പാലും ആണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ നമുക്കിത് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു 3 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 3 വിസിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് വിസിൽ കളഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കാം.
ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങും സോയ ചങ്ക്സും ഒക്കെ നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഒന്നാം പാലാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞങ്ങൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. പിന്നെ നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സും പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് മല്ലിയില വിതറി കൊടുക്കാം. ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒപ്പം പിന്നെ ചോറിൻ്റെ ഒപ്പം അങ്ങനെ ഏതൊരു ഡിഷിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്